നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ്, നമുക്ക് അധ്യാപകർക്ക് അടി കൊള്ളണിന് നമുക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. എത്ര അടി വേണമെങ്കിലും കൊള്ളാവുന്ന കാലഘട്ടമാണ്. എൻ്റെ കയ്യിലൊക്കെ നീല വരകളും ചുവന്ന വരകളും തലങ്ങും വിലങ്ങും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സാർ വരണീൻ്റെ മുന്നേ സംസാരിച്ചിരുന്നു എഴുതാൻ മടിച്ചായിരുന്നു എന്ന്. ആ എഴുത്തിന് വേണ്ടി നല്ല അടി കിട്ടിയിരുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ, ഇപ്പോൾ ഞാൻ ഒരു അധ്യാപിക എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്ട്രക്ടറാണ്, ITL ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ശാസിക്കുമ്പോൾ, ഇപ്പോൾ ഇനി എൻ്റെ മക്കളാണെങ്കിലും അതെ കേട്ടോ, നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നല്ല, എൻ്റെ മക്കളായിക്കോട്ടെ. അന്ന് ഞാനിപ്പോൾ എൻ്റെ മക്കളുണ്ടാവണതിൻ്റെ മുന്നേ എൻ്റെ അനിയൻ, എളാപ്പാൻ്റെ മക്കൾ, അമ്മായിൻ്റെ മക്കളൊക്കെ നമുക്ക് തല്ലാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളെ മക്കളോട് പോലും എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പേടിയാണ്. ഇങ്ങനെ സംസാരിച്ചാൽ അവരെന്തെടുക്കും, അത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കുള്ളിലൊരു പേടിയാണ്. ആ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരെന്ത് മറുപടി പറയും എന്നുള്ളൊരു ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സ്വയം ഉള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കുട്ടികൾക്കും ആ കുട്ടികളുടെ പാരൻസിനും, ഇപ്പോൾ ഞാനടക്കമുള്ളൊരു പാരൻറ്റിനും സാറിന് നൽകാൻ പറ്റുന്ന ഒരു നിർദ്ദേശം നൽകിയാൽ നല്ലതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ ക്ലാസ് യൂട്യൂബ് വഴി ഒക്കെ ഒരുപാട് പേരിലെത്തും. അപ്പോൾ എന്തായാലും ആ ഒരു നിർദ്ദേശം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നല്ല ചോദ്യം അല്ലേ? കയ്യടി കൊടുക്കല്ലൊരു. പണ്ടത്തെ കുട്ടികളായിരുന്നു അല്ലേ? നമ്മളൊരു 14 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെ നമ്മൾ കുട്ടികൾ തന്നെ ഇരുന്നു. ഇന്നത്തെ കുട്ടികൾ ഒരു നഴ്സറി മുതൽ അവർ ഒരു ഇൻഡിവിജ്വലായി മാറി. കുട്ടിത്തം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവർക്ക് വളരെ പെട്ടെന്നില്ലാതായി. അവരിങ്ങനെ കുറച്ചുകൂടെ ഇൻഡിവിജ്വൽ ആവാൻ തുടങ്ങി. അപ്പം ഒരു മുതിർന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പം അടി എന്ന് പറഞ്ഞല്ലോ, അടിക്കുക എന്നുള്ളത് ഒരു ലീസ്റ്റ് ഫോം ഓഫ് ശിക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്ലാസ് റൂമിലേക്ക് ഒരു മാഷ് വടിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു വടിയുടെ കൂടി സഹായം ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വടി ആവശ്യമില്ലാത്ത വിധം ആ കുട്ടികളെ കയ്യിലെടുക്കാൻ കഴിയുന്നൊരു മാഷിക്ക് കുറച്ചുകൂടെ ആ കുട്ടികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു ഉമ്മ പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഉമ്മയുടെ കല്യാണം കഴിയണത് 15-ാമത്തെ വയസ്സിലാണ്. അവർക്ക് മോനുണ്ടാവുന്നത് 17-ാമത്തെ വയസ്സിലുമാണ്. അപ്പം ഇത്ര ചെറിയ പ്രായമാണ് ഉമ്മ. ഈ കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കര കുസൃതിയായിരുന്നു, കുരുത്തക്കടായിരുന്നു, എല്ലാ വികൃതികളും കാണിക്കും. അപ്പം ഈ ഉമ്മക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ പ്രായമല്ലേ, ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഉമ്മ അവനെ അടിക്കും. അടിക്കണ സമയത്ത് ഉമ്മ പറയും, ഞാൻ നല്ലോണം അടിക്കുമായിരുന്നു, വടി കൊണ്ടൊക്കെ അടിക്കും, കൈ കൊണ്ടൊക്കെ അടിക്കും, എന്താണോ കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടൊക്കെ അടിക്കും. അടിക്കണ സമയത്ത് ഇവൻ ഇങ്ങനെ നിൽക്കും, അടി ഫുള്ളായിട്ട് മേടിക്കുകയാണ്, ഇങ്ങനെ നിൽക്കും. എത്ര അടിച്ചാലും ഇങ്ങനെ നിൽക്കും. ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല. ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി, കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് രണ്ടാളിങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മാക്ക് സങ്കടമാവും. അടി കൊണ്ടതിൻ്റെ വേദന കുട്ടി മറന്നാലും അടിച്ചതിൻ്റെ വേദന ഉമ്മ മറക്കില്ലല്ലോ. ഉമ്മാക്ക് സങ്കടമാകുമ്പോൾ ഉമ്മ പറയും, റിബുനെ ഉമ്മന്ന് നല്ലോണം അടിച്ചുല്ലേ, എനിക്ക് നല്ലോണം വേദനയോ, എനിക്ക് അപ്പം ദേഷ്യം വന്ന്, നീ ആ ചെയ്ത കാര്യം എനിക്ക് അത്രയും ദേഷ്യമായി, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് വേദനയോ, എൻ്റെ കുട്ടീനെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ കരയും. അയൽപ്പക്കത്തെ വീട്ടുകാർ കേൾക്കുന്ന അത്രയും ഒച്ചത്തിൽ അവൻ കരയും. എന്തുകൊണ്ട്? നേരത്തെ അവനെ അടിച്ചപ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവൻ കരഞ്ഞില്ല. ഇപ്പം അവന് വേദനയൊന്നുമില്ല, പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. അതെന്താണെന്നറിയോ? ഈ ഉമ്മയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് എന്ന് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അവൻ കരയണ. അപ്പം അത് മനസ്സിലാക്കാൻ പല വഴികളുണ്ട് നമുക്ക്.
വടി മാത്രമല്ല വഴി. നമ്മളെ കുട്ടികളെ നമ്മൾ ചിലപ്പോൾ അടിക്കേണ്ടി വരും, ദേഷ്യപ്പെടേണ്ടി വരും, ഒക്കെ ഉണ്ട്. അതോ ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. ജീവിതത്തിൽ ഇതുവരെ കുട്ടികളെ അടിക്കാതെ തന്നെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ച ഉമ്മമാരും മാഷന്മാരും ഒക്കെ ഉണ്ടാവും. അടിച്ചുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മനുഷ്യരുണ്ടാവും. വടിയും അടിയൊക്കെ നമ്മൾ മറന്നു പോകും. നമുക്കൊരു കാര്യം മനസ്സിലായാൽ മതി, അയാളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായാൽ മതി. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മോന് ഒരു ദിവസം, നമ്മൾ രണ്ടാളും വീട്ടിലില്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും വീട്ടിലില്ലാത്ത ദിവസം മോൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വീട്ടിൽ വൈഫിൻ്റെ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അടുത്തായിരുന്നു അവൻ. അങ്ങനെ അവന് സാധാരണ കളിക്കാൻ പോണ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി. അവിടെ എന്തോ ഒരു അടി ഉണ്ടായി. ഇവൻ ചെറിയ കുട്ടിയാണ്, ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും. അടി ഉണ്ടായിട്ട് ഒരു കുട്ടി ഇവനെ അടിച്ചു, നല്ല അടി, ഇവിടെ ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എന്നെ ആ കുട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിച്ച കുട്ടി കുടുംബത്തിൽപ്പെട്ട വേറൊരു കുട്ടിയാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉമ്മ അവനെ സമാധാനിപ്പിച്ച് വൈകുന്നേരം രാത്രിയായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കുന്നുണ്ട്, അജു അവനെ അടിച്ചുല്ലേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേദന ഉണ്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉമ്മിയുടെ മടിയിൽ അവൻ കിടക്കുന്നുണ്ട്. ഉമ്മി പറഞ്ഞു, ഇല്ല ഓനൊരു പ്രശ്നമല്ല, യാതൊരു പ്രശ്നമില്ല എന്ന്, ഓൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്ന ഉടനെ മോനെ ഞങ്ങളെ രണ്ടാളെ ഈ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം പറയണത് എന്താ അറിയോ? ഓൻ പറഞ്ഞു, അമ്മ ഇന്നലെ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഓൻ എന്നെ അടിച്ച്, ഞാൻ വേദനിച്ചിട്ട് അങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് രാത്രി ഓൻ്റെ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ച് എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ, വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മി പറഞ്ഞ എന്താ അറിയോ, എനിക്ക് വേദന ഒന്നുമില്ല. ഉമ്മി അവനെ അടിച്ച പള്ളിനേക്കാൾ എനിക്ക് വേദന ആയത് ഉമ്മി അത് പറഞ്ഞപ്പോഴാണ്. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, ഉമ്മി എന്തേ സത്യം പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ആരൊക്കെ കൈവിട്ടാലും നമ്മുടെ കുട്ടികളെ കൂടെ നമ്മൾ ഉണ്ടാവണം, ഏതവസ്ഥയിലും. നിങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ 3 പെൺകുട്ടികളിൽ ഒരു കുട്ടി ഡിവോഴ്സായി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആ മറ്റേ 2 പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിലേറെ കാരുണ്യവും സ്നേഹവും ശ്രദ്ധയും കൊടുക്കേണ്ടത് ഈ ഡിവോഴ്സായി വന്ന കുട്ടിക്കാണ്. കാരണം ആ കുട്ടി ഇപ്പം ഇങ്ങനെ പതറി നിൽക്കുന്ന സമയമാണ്. നമ്മളെ കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടാവും, പഠിക്കാത്ത കുട്ടി ഉണ്ടാവും. പഠിക്കുന്ന കുട്ടിയോട് നമ്മളൊന്നും പറയണ്ട, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവും. പഠിക്കാത്ത കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കുട്ടിക്ക് നമ്മളെ കൊണ്ട് എന്ത് കിട്ടുന്നു, അതാ. ഇപ്പം 4 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സുള്ളൊരു കുട്ടിയും 10 വയസ്സുള്ളൊരു കുട്ടിയും. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് എത്തുന്ന ഒരു സ്ഥലത്തേക്ക് തൊടാൻ ഈ 4 വയസ്സായ കുട്ടിക്ക് കഴിയോ? എത്ര ശ്രമിച്ചാലും കഴിയില്ല. 10 വയസ്സുള്ള കുട്ടി കൂളായിട്ട് തൊടും, ഈ 4 വയസ്സുള്ള കുട്ടി തൊടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും, കഴിയില്ല. അപ്പം നമുക്ക് 2 വാക്ക് പറയാം, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറയാം, അല്ലെങ്കിലോ ഇക്കാക്കാൻ്റെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയും കേട്ടോ എന്നും പറയാം. ഈ 2 വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ വളരും. എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞതെങ്കിൽ ആ വാക്ക് അങ്ങനെ കിടക്കും. ഇക്കാക്കയുടെ അത്ര എത്തുമ്പോൾ നിനക്ക് കഴിയുമെന്നാണ് പറയണമെങ്കിൽ ഇക്കാക്കയോളം എത്താൻ അവൻ കാത്തിരിക്കും. ഈ 2 വാക്ക് പറയാൻ നമുക്ക് ഒരേ എനർജി ആവശ്യമുള്ളൂ. പക്ഷെ ഒരു കുട്ടിയുടെ ജീവിതം ആകെ മാറി മറിയും. അപ്പോൾ ശിക്ഷ എന്നുള്ളത് ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ LP സ്കൂളല്ലേ ഇത്. മിക്കവാറും ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ മക്കൾ, ആ ചെറിയ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താ അറിയാം? വടിയല്ല, ചോക്കല്ല, ഒന്നുമല്ല, കഥകളാണ്. സ്റ്റോറി തെറപ്പി എന്ന് തന്നെ പറയൂ. കഥകൾ അത്രയേറെ സ്വാധീനിക്കുന്ന പ്രായമാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. ആ പ്രായം പ്രത്യേകിച്ചും ആ കുട്ടി ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയൊക്കെ ചെയ്യുന്ന സമയത്ത്
ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളില്ലേ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, എൻ്റെ കുട്ടി സത്യം പറയുന്ന കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കണ ചെറിയ ചെറിയ വാക്കുകളില്ലേ, ആ വാക്ക് ഭയങ്കര മാജിക്കൽ വാക്കുകളായിരിക്കും. ആൽഫ സ്റ്റേജ് എന്ന് അതിന് പറയാം. ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന കുട്ടിയുടെ ഈ കോൺഷ്യസ് അല്ലാത്തൊരു മനുഷ്യൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ, ആ മനസ്സാണ് അത് കേൾക്കുക. അപ്പം അതവിടെ കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പാരൻ്റ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടിയെ. പണ്ടൊക്കെ പറയാ കുട്ടികൾ വളരുന്നത് ശ്രദ്ധിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധയോടെ വളർത്തുക എന്നൊക്കെ പറയും. ഇന്ന് കുട്ടികളുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളും ഒബ്സർവ് ചെയ്യേണ്ട ജോലിയാണ് നമുക്കുള്ള. പണ്ടത്തെ 10 വയസ്സുള്ള കുട്ടിയാണ് ഇന്നത്തെ 4 വയസ്സുള്ള കുട്ടി, അല്ലേ? ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരുന്നേ, കണ്ണൂർ ഒരു സ്ഥലത്ത്. അപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് പോലെ ഒരു സ്ഥലം, കുറേ ഫാമിലികളുണ്ട് അടുത്തടുത്ത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഉപ്പ ഒരു ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ക്വാർട്ടേഴ്സിൻ്റെ ജനലിൽ ഒരാളിങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരാളുണ്ട്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ജനൽ തുറന്നപ്പോൾ ചെറിയ കുട്ടിയാണ്, 3 വയസ്സുള്ളൊരു കുട്ടിയാണ്, നമുക്കറിയണ കുട്ടിയാണ്, ചെറിയ മോനാ, ഒരു തമിഴ് ഫാമിലിയാണ്. അച്ചു എന്ന് അവനെ വിളിക്കുക. അപ്പോൾ അവന് നമ്മുടെ ഉപ്പൻ്റെ കയ്യിലേക്ക് റിമോട്ടാണ് കൊടുക്കണം, TV-യുടെ റിമോട്ട്. അവൻ്റെ അമ്മ അവനെ വാതിലടിച്ചിട്ട് എങ്ങോട്ട് പോയതാ, വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയതാ. അപ്പോൾ ഇവനെന്ത് ചെയ്യണറിയോ, റിമോട്ട് എടുത്തിട്ട് നമ്മുടെ ഉപ്പയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാ, ഇതിൽ നിന്ന് 32 നെക്കിത്തരൂ എന്ന് പറഞ്ഞു. 32 ഞെക്കിത്തരൂ. 3-4 വയസ്സുണ്ടാവും. 32 അവനൊരു ചാനലുണ്ട്, അത് വേണം. ഈ 3 എന്താണ് 2 എന്താണെന്ന് അവൻ അറിയില്ല. മനസ്സിലായോ? 3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിയില്ല, 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അവൻ അറിയില്ല. പക്ഷെ അത് നെക്കാൻ അവൻ അറിയില്ലെങ്കിലും നെക്കാൻ വേറൊരാളുടെ സഹായം തേടാൻ അവനറിയാം. ഇതാരവന് പഠിപ്പിച്ചു കൊടുത്ത്? പണ്ട് ഒരു 10 വയസ്സുള്ളൊരു കുട്ടിയുടെ ബുദ്ധി, പ്രായോഗിക ബുദ്ധി കേട്ടോ, അറിവ് എന്നുള്ള അർത്ഥത്തിലല്ല, പ്രായോഗിക ബുദ്ധി ഇന്നൊരു 3-4 വയസ്സുള്ള കുട്ടിക്കുണ്ട്. മനസ്സിലായില്ലേ? അവർ കുട്ടിയോട് ഇന്ന് പെരുമാറുമ്പോൾ, മുതിർന്ന ഒരാളോട് പെരുമാറുമ്പോൾ എങ്ങനെയാണോ അത്രയും ശ്രദ്ധയോടെ നമ്മൾ പെരുമാറേണ്ടി വരും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നല്ല ചോദ്യമായിരുന്നു അത്. ഒറ്റ കാര്യം മാത്രം പറയാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഈ പാരൻറ്റിങ് ക്ലാസ്സുകളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ മിക്കവാറും എന്താ പറയുക, കുട്ടികളോട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുക, അല്ലേ? കുട്ടികളോട് എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് പറയുക. അതൊക്കെ ആ ക്ലാസ് കേട്ടാൽ അറിയാം കേട്ടോ. ഞാനൊരു കാര്യം പറയാം, എന്താണ് കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയാം. കുട്ടികളെ അപമാനിക്കരുത്, അത് മാത്രം ചെയ്തു. നമ്മൾ കാരണം ഒരു കുട്ടിയുടെ മനസ്സിലൊരു മുറിവില്ലാതിരുന്ന മതി. ഉണങ്ങാതെ കിടക്കും അത്. അതാ ഇപ്പം എനിക്ക് 40 വയസ്സ് കഴിഞ്ഞ് ഇത്ര ആളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാനത് മറന്നു. നമ്മളൊക്കെ മറന്നു. കാരണം അതിനുള്ളൊരു മെക്കാനിസം നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം വേറെ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവും. എന്നാൽ ഇതിൽ ഓടിക്കളിക്കണ ഒരു 4 വയസ്സുള്ള കുട്ടിയെ ഇത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 40-ാമത്തെ വയസ്സിലും അത് പറഞ്ഞ് കരയും. അതാ നമ്മളെ ഇതില്ലേ, മറ്റേ പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരു ഇങ്ങനെ നനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. നനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി, അതിങ്ങനെ ചെടിയായിട്ട് വരും, അല്ലേ? അങ്ങനെ ചെടിയായിട്ട് വരുന്ന സമയത്ത് ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു എടുത്തു നോക്കുന്നുണ്ടോ? അതിന് പുളിമരമായാലും ആ കുത്ത് അങ്ങനെ കിടക്കും. എന്നാൽ പുളിമരമായതിനു ശേഷം മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, ഒന്നും പറ്റൂല. മഴ കൊണ്ട് വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോവും. കുട്ടിക്കാലത്ത് കിട്ടിയതില്ലേ, അവിടെ കിടക്കും. അതാ ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ലീഡറായിരുന്നു. സ്കൂളിൽ നമ്മളിങ്ങനെ 4-ാം ക്ലാസ് വരെ ഒരു സ്കൂള്,
7ാം ക്ലാസ് വരെ വേറൊരു സ്കൂള്, ഹൈസ്കൂള് വേറെ, അങ്ങനെ 3 സ്കൂളിലായിട്ടാണ് പഠിച്ചു. 7ാം ക്ലാസ്സിൽ അവസാനത്തെ ദിവസം പിന്നെ ഇപ്പോഴും പറയുമ്പോൾ എനിക്കിങ്ങനെ വിഷമമാവും. അവസാനത്തെ ദിവസം എല്ലാവരും പിരിയുക. അപ്പോൾ ക്ലാസ്സിലെ മാഷ് വന്ന്, മാഷ് എന്തോ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് മാഷോട് ചോദിച്ചു, മാഷേ ഇനി ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു. ലീഡറല്ലേ, ലീഡർക്ക് ചോദിക്കല്ലോ. TC വേണമെന്നുള്ള കാര്യമൊന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. 8ാം ക്ലാസ്സിലേക്ക് ഇനി നേരെ പോയാൽ പോരെന്ന് ചോദിച്ചേ. മാഷ് അപ്പം ഒരു വാക്ക് പറഞ്ഞ്, അത്ര എൻ്റെ ചങ്ങായിമാരുടെ ഇടയിൽ വെച്ചിട്ടേ ഇനി ചിലപ്പോൾ അവരെ കാണുകയില്ല, അവരെ പിരിയുന്നതിൻ്റെ സങ്കടം ഒരു ഭാഗത്തുണ്ട്. അന്ന് മാഷ് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ ആ വാക്ക് പറയണില്ല, വാക്ക് പറഞ്ഞാൽ എനിക്കിപ്പോഴും വിഷമവും. അന്ന് എന്നോട് മാഷ് പറഞ്ഞൊരു വാക്കില്ലേ, ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല എപ്പോഴും. അന്നൊക്കെ നല്ല നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ മറന്നുപോയി. ആ വാക്ക് അങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പം നമ്മളെ പഠിപ്പിച്ച ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം വരില്ലേ, ആ മാഷെ കാണുമ്പോൾ എനിക്ക് വരില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയാൽ ഒന്ന് ശരിയാവാൻ വേണ്ടി. പുളിഞ്ചെടിയിൽ കിട്ടിയ കുത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പുളിഞ്ചെടിയിൽ കിട്ടിയ കുത്താണ്. പുളിമരമായാലും അതങ്ങനെ കിടക്കാണ്. ഒരു കുട്ടി നമ്മൾ കാണുന്ന കുട്ടിയാവാം, പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒക്കെ നമ്മൾ കാണുന്ന കുട്ടിയാവാം, അങ്ങാടി കാണുന്ന കുട്ടിയാവാം, അയൽപ്പക്കത്തെ കുട്ടിയാവാം, സ്കൂളിലെ കുട്ടിയാവാം, നമ്മൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന കുട്ടിയാവാം. നമ്മുടെ വാക്കിൻ്റെ മുറിവ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവാതിരുന്നാൽ, അതാണ് നമുക്ക് ആ കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണെന്ന് ഇവിടെ ആരോടും പറയണ്ടല്ലോ. അദ്ദേഹം കഴിഞ്ഞ 50 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്നും നമുക്കറിയാലോ. എത്ര അപകടം പിടിച്ച ജോലിയാണ്. വഴുക്കുന്ന വയൽ വരമ്പ് പോലെ ഒരു ജോലിയാണ്. ഏത് ദിവസവും ഏത് നിമിഷവും പാളിപ്പോവും. അത്രയും അപകടം പിടിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്താ പറഞ്ഞറിയോ വാപ്പയെക്കുറിച്ച് പറയാ, എൻ്റെ വാപ്പ എന്നോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം, വാപ്പ കാരണം എനിക്ക് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. പത്മശ്രീ കിട്ടിയ മനുഷ്യനാണ്, അതിൻ്റെ മുകളിലാണ് ഈ വാക്ക്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കഥാപാത്രങ്ങളാണ് വരിക അല്ലേ. ദുൽഖർ സൽമാൻ്റെ മനസ്സിൽ ആരാ വരിക? വാപ്പ. ആ വാപ്പയെക്കുറിച്ചൊരു മകനെ പറയണ, ഒരാളെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല, എനിക്കൊരു അപമാനം എൻ്റെ വാപ്പ കാരണം ഉണ്ടായിട്ടില്ല. സത്യമതാ, ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ചുറ്റുപാടുള്ള ഏതൊരു മനുഷ്യനിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ സമീപനം കൊണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ അവെയറായ കുട്ടികളാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ ഇൻഡിവിജ്വലാണ്. നമുക്കൊരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു വ്യക്തിത്വം വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അവർ കുറച്ചുകൂടെ ഇൻഡിവിജ്വലായ ഒരാളാണ്. അതുകൊണ്ടാണ് അതിന് പല കാരണങ്ങളുണ്ടാവുക. iPhone 7 പോലെ അല്ലല്ലോ iPhone 16 Pro അല്ലെങ്കിൽ iPhone 17. iPhone 7 പോലെ അല്ല iPhone 17. കാലത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുന്നുണ്ട്. കാലത്തിനനുസരിച്ച് പിറക്കുന്ന മനുഷ്യരുടെ തലച്ചോറിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുടെ പ്രായോഗിക പരിശീലനങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറിയാലേ ഈ മനുഷ്യന്മാരെ നമുക്ക് ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വളർത്തുന്നത് കുട്ടികളെയാണ്. സത്യത്തിലൊരു കുട്ടികളാണോ? കുട്ടികൾ ഇപ്പോഴാ, കുറച്ചു കാലം കഴിഞ്ഞ കുട്ടികളല്ല.